ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു ഈസി 10-minute റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പുളിങ്കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈത്തപ്പഴവും ശർക്കരയും ഒക്കെ ഇട്ട് നല്ല സൂപ്പർ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പുളിങ്കറിയാണ്. എൻ്റെ ഉമ്മയുടെ സ്പെഷ്യൽ പുളിങ്കറിയാണ്. ഒത്തിരി പേര് ഈ റെസിപ്പി ചിലപ്പോൾ ചെയ്യുന്നവരുണ്ടായിരിക്കും. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് പുളിവെള്ളമാണ്. അതിനുവേണ്ടി 100 ഗ്രാം പുളി അല്പം വെള്ളത്തിൽ ചേർത്ത് വയ്ക്കുക. സവാള 2 എണ്ണം, കാഷ്യൂനട്ട്, കിസ്മിസ്, വെളുത്തുള്ളി 4-5 പീസ്, ഇഞ്ചി ഒരു ചെറിയ പീസ്, പച്ചമുളക് 4 എണ്ണം, കറിവേപ്പില, ഈത്തപ്പഴം കുരു കളഞ്ഞത്, ശർക്കര 4 അച്ച്, മുളക് പൊടി 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, നെയ്യ്. ഇത്രയാണ് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ പീസസ് ആക്കി വെക്കുക. സവാള കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞു വെക്കുക. ഒരു പാത്രത്തിൽ അല്പം വെള്ളം ഒഴിച്ച് അതിൽ നമ്മൾ 4 ശർക്കര ഇട്ട് വെക്കുക. ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സെയിം ടൈം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാൻ പോവുകയാണ്. പാൻ ചൂടാകുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് നല്ല പോലെ വഴറ്റുക. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും സവാളയും ചേർത്ത് 4 ചേരുവകളും കൂടി നന്നായി യോജിപ്പിച്ചെടുക്കുക. സവാള നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ശർക്കര ഏകദേശം ഉരുകി വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഉരുകി നല്ല ശർക്കരപ്പാനി ആവുന്നവരെ അത് അവിടെ ഇരിക്കട്ടെ. നമുക്കിത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കുക. അടുത്തതായി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം ചേർക്കുകയാണ്. നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞു വെച്ച് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് നല്ല 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ എരിവ് അനുസരിച്ച് ഓരോരുത്തരും കൂട്ടുക കുറക്കുക അതിനനുസരിച്ച് ചെയ്യാം. മുളക് പൊടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ യോജിപ്പിക്കുക. നമ്മൾ ഉപ്പ് ഇതിൻ്റെ തുടക്കത്തിൽ ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഉപ്പ് നമ്മുടെ പുളിയിലും ശർക്കരയിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് ലാസ്റ്റാണ് നമ്മൾ ഉപ്പ് നോക്കി ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുരു കളഞ്ഞ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈത്തപ്പഴവും ഇതിൽ യോജിപ്പിച്ചെടുക്കുക. ശർക്കരപ്പാനി തയ്യാറായി നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇനി ഇതിലേക്ക് ഒഴിക്കണം. അരിച്ചൊഴിക്കണം. അരിച്ച് ശർക്കരപ്പാനി ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. കുറുകുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കുറുകി കഴിയുമ്പോൾ പാൻ ഓഫ് ചെയ്യുക. എന്നിട്ടാണ് നമ്മളിനി ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ സ്വാദിഷ്ടമായ സൂപ്പർ സ്പെഷ്യൽ പുളിങ്കറി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതുകൂടി അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് കിട്ടും. ബൈ ബൈ.